ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, അതോടൊപ്പം തന്നെ അവരുടെ ഒരു കറണ്ട് ഫീലിംഗ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. നീ റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള ആ ഒരു കറണ്ട് ഫീലിങ്സ്, ഈ ഒരു സമയത്ത് അവർക്കുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സുകൾ എന്താണ് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും അതോടൊപ്പം തന്നെ നിങ്ങളോട് ഉള്ള ഇപ്പോഴത്തെ ഒരു അവരുടെ ഒരു ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതും കൂടി നമ്മളിവിടെ നോക്കുന്നുണ്ട്. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ആൻഡ് ഓൾസോ കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 3 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. സെക്കൻഡ് കാർഡ് 9 ഓഫ് സോർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തേർഡ് കാർഡ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, കിങ് ഓഫ് കപ്സ്, 5 ഓഫ് പെന്റക്കിൾസ്, 2 ഓഫ് കപ്സ്, 7 ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്, 10 of wands, 2 of wands, 6 of wands. ഓക്കെ, ലാസ്റ്റ് കാർഡ് നമുക്ക് 9 of wands, 9 of cups ആണ് കിട്ടിയിട്ടുള്ളത്. 9 of cups. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. ഓക്കെ, നമുക്ക് 7 of wands ആണ് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്ക് 7 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, 2 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, പിന്നെ 10 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഫയർ എനർജി വളരെ കൂടുതലായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്ന ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണ് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഫസ്റ്റ് കാർഡ് 3 ഓഫ് കപ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പുറമെ അവർ വളരെ സോഷ്യലായിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ അങ്ങനെയുള്ള രീതിയിൽ വളരെ ബിസി ആയിട്ട് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ സമയം ചിലവഴിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സെപ്പറേഷന്റെ വേദനകളോ വിഷമങ്ങളോ ഒന്നും അവരുടെ ഉള്ളിന്റെ അവർക്ക് ഉണ്ടെങ്കിൽ പോലും അത് അവരെ തന്നെ അവർ ഫീൽ ചെയ്യിപ്പിക്കാതെ അവർ കൂടുതൽ ബിസി ആയിക്കൊണ്ട് ആ ഒരു വേദന മറക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത് ആ ഒരു പ്രശ്നങ്ങളെല്ലാം മറന്ന് പുറമേക്ക് കുറച്ച് ബിസിയാക്കി സോഷ്യലായിട്ട് ഇടപെട്ട് അങ്ങനെയൊക്കെ സമയം ചിലവഴിക്കുന്ന എനർജീസ് ആണ് നമുക്ക് കാണുന്നത്. പക്ഷെ ഇവിടെ 9 ഓഫ് സോർഡ്സ് ആണ് സെക്കൻഡ് വന്നിരിക്കുന്ന ഒരു കാർഡ്. ഈ 9 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആൻസൈറ്റി ഉണ്ട്, അതുപോലെ കുറ്റബോധമുണ്ട്, സ്ലീപ്ലെസ്നെസ്, അതായത് ഉറക്കമില്ലാത്ത ഒരു അവസ്ഥകളൊക്കെ ഉണ്ട്. രാത്രി സമയങ്ങളിൽ അവർ മെന്റലി വളരെ ഡിസ്റ്റർബ്ഡ് ആണ് എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു 3 ഓഫ് കപ്സ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ട് ഒരിക്കലും നമുക്ക് തോന്നില്ല. വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു പോകുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് അവർ പുറമേക്ക് കൊടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വരുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഈ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ലോ ആയിട്ട് പക്ഷെ സ്റ്റഡി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, അവര് അതിലേക്ക് എത്താനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ എല്ലാം ഒരു ഇതൊക്കെ നടക്കുക എന്ന് പറയുന്നത് വളരെ സ്ലോലി ഇത് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതായത് അവരുടെ മനസ്സിനെ ഒന്ന് കാമാക്കിക്കൊണ്ട് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്കൊക്കെ എത്താനായിട്ട് അവർ മനസ്സിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പിന്നെ വന്നിട്ടുള്ളത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. 6 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ
അവര് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ്. കംപ്ലീറ്റ്ലി അവര് മൂവ് ഓൺ ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും മൂവ് ഓൺ ചെയ്യാനായിട്ട് അവര് ശ്രമിക്കുന്ന ഒരു എനർജീസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവര് വളരെയധികം നിങ്ങളെ ഉപേക്ഷിച്ച് പോകണം എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഇത് വർക്ക് ആകത്തില്ല, അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം നോക്കാം എന്ന രീതിയിൽ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ കംപ്ലീറ്റ്ലി വിട്ടു പോകാനായിട്ടും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് 10 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഇതൊരു വളരെ ഒരു ബേർഡൻ, ഹെവി ആയിട്ടുള്ള ഒരു ബേർഡൻ ചുമക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. ഈ ഒരു കണക്ഷൻ ശരിക്കും പറഞ്ഞാൽ അവർക്ക് മെന്റലി ഒരു പ്രഷറാണ് നൽകുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പോ, ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കാത്ത സമയത്ത് പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്സ് ആയിരുന്നു, പെട്ടെന്ന് തന്നെ അതൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതായിരിക്കാം. അങ്ങനെ ഒരു അൺഎക്സ്പെക്ടഡ് ടൈമിൽ അതൊരു റിലേഷൻഷിപ്പായി മാറി, അങ്ങനെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് ഗ്രോത്ത് ആയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്നൊരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. സോഷ്യൽ പരമായ രീതിയിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന രീതിയിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അവരങ്ങനെ വിചാരിക്കുന്നു. എങ്കിലും മനസ്സിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുകളയാനായിട്ടും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവര് ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബേർഡൻ ആണ് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കണക്ഷൻ അവരുടെ ഉള്ളിനുള്ളിലുണ്ട്, പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഇവർക്ക് ഇപ്പോൾ ഒരു മെന്റൽ പ്രഷർ നൽകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്ന് നമ്മൾ നോക്കും. അപ്പോൾ പുറമെ വളരെ ഹാപ്പി ആയിട്ട് അവർ കാണിച്ചാലും ഉള്ളിൽ അവർക്ക് വലിയൊരു ടെൻഷൻ ഉണ്ട്. അവർ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് പല രീതിയിൽ പരിശ്രമിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് കൂടി അവർ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവർക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ആ ഫീലിങ്സും കാര്യങ്ങളും വിട്ടുകളയാനായിട്ട് അവർക്ക് പറ്റുന്നുമില്ല. ഓക്കെ, ഇനി നിങ്ങളോടുള്ള ആ ഒരു ട്രൂ ഫീലിങ്സ് എന്താണ് എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നെ കിങ് ഓഫ് കപ്സ് എടുക്കാം. ഈ ഒരു കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് അവര് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ അധികമായിട്ടുള്ള ഒരു സ്നേഹം അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ എന്തൊക്കെയോ കുറെ കാരണങ്ങൾ, ഞാനിപ്പോ ആദ്യമേ പറഞ്ഞതുപോലെയുള്ള ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കാം, എന്താണെങ്കിലും ആ ഒരു കാരണങ്ങൾ കൊണ്ട് അവരത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു സ്നേഹത്തിന്റെ കാർഡ് തന്നെയാണ് നമുക്കിവിടെ 2 ഓഫ് കപ്സിന്റെ എനർജി. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്, ഒരു സ്ട്രോങ് ഇമോഷണൽ ബോണ്ട് നൽകുന്ന ഒരു കാർഡാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷനിലാണെങ്കിൽ പോലും നല്ലൊരു ഇമോഷണൽ ബോണ്ട് ഇപ്പോഴും ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ഒരു പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ അവർക്കൊരു ഹെവി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് തോന്നും. എങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ നല്ലൊരു ബോണ്ട് നിങ്ങൾ തമ്മിലുണ്ട്. ഒരു സോൾമേറ്റ്, കുറെ ആളുകൾക്ക് ഇതൊരു സോൾമേറ്റ് എനർജി ആകാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 5 ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. 5 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നൊരു ഫീലിങ്സ് അവർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. എന്നേക്കുമായി ഇനി അത് നഷ്ടപ്പെട്ടു പോകുമോ, ഇത് ഓൾറെഡി ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ഫീലിങ്സ് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയതോടുകൂടി അവർ ഒറ്റപ്പെട്ടു പോയതുപോലെ അവർക്ക് തോന്നുകയാണ്. എനിക്കിനി ആരുമില്ല എന്നൊരു തോന്നല് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു തോന്നല് അവർക്ക് വലിയൊരു ആഘാതമാണ് അവരുടെ മനസ്സിന് കൊടുക്കുന്നത്. അവർ വളരെയധികം ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു. എപ്പോഴും തനിച്ചിരിക്കാനും ചിന്തിച്ചുകൊണ്ടിരിക്കാനും ഒക്കെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് കൂടുതലായിട്ടും ഒരു ആശ്വാസം കണ്ടെത്തുന്നത്. അങ്ങനെയാണ്, അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജി. ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ അവര് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഈ ഒരു സെയിം സിറ്റുവേഷനിൽ ഒരു സെപ്പറേഷൻ വന്നപ്പോൾ പോലും നിങ്ങൾക്കും ഉള്ളിന്റെ ഉള്ളിൽ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളും കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ബോൾഡ് ആയിട്ട് നിൽക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം മേ ബി കുറച്ചൊരു ഡിസ്റ്റൻസ് അതുകൊണ്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഓക്കെ ആണ്, ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ളതുപോലെ അവർക്ക് തോന്നുന്നത്. നിങ്ങൾ ഇനിയും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോകും. ഈ ഒരു ആ ഒരു വ്യക്തി നിങ്ങളെ ഒഴിവാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചുക്കുമില്ല എന്ന രീതിയിലാണ് ആ ഒരു പേഴ്സൺ ഈ ഒരു സെപ്പറേഷനെ കാണുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സെപ്പറേഷന് ശേഷം നിങ്ങളെ കാണുന്നത് അവർ അങ്ങനെ ഒരു രീതിയിലാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, പിന്നെ അതാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതങ്ങനെ ആകണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ നല്ല വിഷമത്തിലായിരിക്കാം, പക്ഷെ പുറത്തേക്ക് നിങ്ങളും ഇതുപോലെ തന്നെ ഞാൻ ഓക്കെ ആണ് എന്ന രീതിയിൽ കാണിക്കുന്നതായിരിക്കാം. പക്ഷെ ആ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ് ഇങ്ങനെയാണ് എന്നുള്ളതാണ്.
പിന്നെ നമുക്ക് 7 of Wands ഒരു കാർഡ് ഉണ്ട്. ഈ ഒരു കാർഡ് ഒരു ഈഗോസ്റ്റിക് ആയിട്ടുള്ള ഒരു കാർഡാണ്, ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. അതായത് ചില കാര്യങ്ങൾ, നിങ്ങളുടെ ചില സംസാരങ്ങളാകാം, അല്ലെങ്കിൽ ചില പെരുമാറ്റങ്ങളാകാം, ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ അവർ വളരെയധികം ഡിഫെൻസീവായിട്ട് ചിന്തിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ ചെയ്തത് ശരിയായ ഒരു കാര്യമല്ലായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങളോട് ദേഷ്യം തോന്നുകയും നിങ്ങളോട് ഫൈറ്റ് ഉണ്ടാക്കണം എന്നുവരെയുള്ള ഒരു എനർജീസ് അവർക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഫീലിങ്സ് ആണ് ഞാനിവിടെ പറയുന്നത്. അവർക്ക് ആ ഒരു ചില സമയങ്ങളിൽ അങ്ങനെയുള്ള ഫീലിങ്സുകളൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ 9 of Cups ഒരു എനർജി വരുമ്പോഴത്തേക്കും നിങ്ങളെ നേടണം എന്നൊരു ഡിസയർ അവരുടെ ഉള്ളിൽ ഉണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സക്സസ് ആയിട്ട് ഫീൽ ചെയ്യണം, അതിനുശേഷം നിങ്ങളെ നേടിയെടുക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 9 of Cups ഒരു എനർജി വരുന്നത്. ഇത് ഫീലിങ്സ് ആണ്, ആക്ഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഫീലിങ്സ് നോക്കുമ്പോൾ ഇതാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ പറയാതെ പോയൊരു കാർഡ് 2 of Wands ഒരു കാർഡാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു കൺഫ്യൂസ്ഡ് ആണ് അവരുടെ മനസ്സിൽ എപ്പോഴും. ഇനി മുന്നോട്ട് പോകണമോ അതോ ഇനി പിന്നോട്ട് പോകണമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട്, എന്ത് ഡിസിഷൻ എടുക്കണം എന്നൊന്നും അറിയാതെ അവരിങ്ങനെ നിൽക്കുന്ന ഒരു എനർജീസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോ ഇവർക്ക് റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് ഈഗോസ് ഉണ്ട്, അതുപോലെ കുറച്ച് പേടിയുണ്ട്, കുറെ കാര്യങ്ങൾ സോഷ്യൽ പരമായ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളിൽ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ആ ഒരു ഓവർ തിങ്കിങ് ഇവരെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് വീണ്ടും വീണ്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാരണം അവരുടെ ഉള്ളിനുള്ള ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഓവറോൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെ വിട്ടുപോകാൻ, അതായത് ഫുള്ളി നിങ്ങളെ മറന്നിട്ട് മറ്റൊന്നിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് വേറൊന്നിലേക്ക് പോകാനോ, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോകാനോ ഫുള്ളി അവരൊട്ടും റെഡിയല്ല. പക്ഷെ സെയിം ടൈം മെന്റലി അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു. ഈ റിലേഷൻഷിപ്പ് ഇവിടെ നിർത്തുമ്പോൾ അവർ മെന്റലി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഒരു സ്നേഹം നിങ്ങളോടുണ്ട്, പക്ഷെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു ആക്ഷൻ വളരെ സ്ലോ ആയിട്ടേ വരുള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പം യൂണിവേഴ്സിൽ നിന്ന് ഒരു ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ ചേസ് ചെയ്യേണ്ട എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. കാമായിട്ട് നിങ്ങളുടെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാനാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ അവർ തന്നെ ഒരു ക്ലാരിറ്റി കണ്ടെത്തി ആ ഒരു ക്ലാരിറ്റിയുമായിട്ട് നിങ്ങളിലേക്ക് വരട്ടെ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്യാതെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് നിങ്ങൾ കാമായിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഇവിടെ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 2 of Cups എനർജി വരുന്നുണ്ട്. പിന്നെ നമുക്ക് 6 of Swords വരുന്നുണ്ട്, Knight of Pentacles വരുന്നുണ്ട്, അതുപോലെ 7 of Wands വരുന്നുണ്ട്. ഇപ്പൊ ഇത്രയും കാർഡുകൾ വരുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് എസ് എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. കുറച്ച് ഡിലേ ഉണ്ടാകും, എങ്കിലും ഒരു റീയൂണിയൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. 2 of Cups എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ബോണ്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കംപ്ലീറ്റ്ലി ഒരു ബ്രേക്ക് ആയി പോയിട്ടില്ല, ടെമ്പറലി ഒരു ഡിസ്റ്റൻസ് മാത്രമാണ് 6 of Swords എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പെർമനന്റ് സെപ്പറേഷനിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. പിന്നെ Knight of Pentacles വരുമ്പോഴത്തേക്കും റീയൂണിയൻ ഫാസ്റ്റ് ആയിട്ട് വരില്ല, സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് വരും എന്നുള്ളത് തന്നെയാണ് Knight of Pentacles. 7 of Wands വരുമ്പോൾ കുറച്ച് ഈഗോ ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഒരാള് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത ഒരു സമയമാകുമ്പോൾ നിങ്ങളിൽ ഒരാൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വരും, അത് സക്സസിലേക്ക് പോകും എന്ന് തന്നെയാണ് 7 of Wands നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് റീയൂണിയൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്, പക്ഷെ പേഷ്യൻസ് വേണം എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ആദ്യം ഒരു ഫ്യൂച്ചർ എനർജി ഇവിടെ മിക്സ്ഡ് ആണ്, പക്ഷെ ഒരു നെഗറ്റീവ് എൻഡിങ് ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ആദ്യം ഒരു ഡിസ്റ്റൻസ് ഫേസിലേക്ക്, ഒരു സൈലന്റ് പീരീഡിലേക്ക് കുറച്ച് നാളിങ്ങനെ നീണ്ടുപോകും. ശേഷം സ്ലോലി ഒരു കമ്മ്യൂണിക്കേഷൻ വീണ്ടും തുടങ്ങും. അവരുടെ ഫാദറിന് സഡൻ ഇമോഷണൽ മെസ്സേജ് അയക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു റീയൂണിയൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈം സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് അല്ലായിരിക്കാം ഈ ഒരു പേഴ്സണുമായിട്ട് ഉണ്ടായിട്ടുള്ള, ഇതിന് മുന്നും ചെറിയ രീതിയിൽ സെപ്പറേഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ വീണ്ടും റീയൂണിയനിലേക്ക് വന്നിട്ട് വീണ്ടും സെപ്പറേഷനിലേക്ക് പോകുന്നുണ്ടാകാം. പക്ഷെ ഈ ഒരു പീരീഡ്, ഈ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് തികച്ചും സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. കാഷ്വൽ ആയിട്ട് അങ്ങനെ എൻഡ് ആവുന്ന ഒന്നായിട്ട് മാറത്തില്ല എന്നുള്ളതാണ്. കണക്ഷൻ കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ട് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ റീയൂണിയൻ ഉറപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്കുള്ള ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന ആ ഒരു റെസ്പെക്ട് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു ബെനിഫിറ്റ് ഇതില്, പിന്നെ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഒരു വാല്യൂ അവർ മനസ്സിലാക്കും. കുറച്ചും കൂടി ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളുമായിട്ട് സ്ട്രോങ് ആയിട്ട് ഉണ്ടാകും. ഇതൊക്കെയാണ് പിന്നെ ഫ്യൂച്ചറിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നമ്മളിവിടെ യൂണിവേഴ്സിനോട് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടിയതുപോലെ തന്നെ ചേസ് ചെയ്യരുത്.
മെസ്സേജ് കുറേ ഇങ്ങനെ അയച്ച് ഓവർലോഡായ മെസ്സേജസുകൾ അവർക്ക് കൊടുക്കാതിരിക്കുക, കാമായിട്ട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, സെൽഫ് ഫോക്കസ് ചെയ്ത് അവനവന്റെ കാര്യം നോക്കിയിരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമേ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ചെയ്യാനായിട്ട് ഇനിയുള്ളൂ. കാരണം കൂടുതലും എഫേർട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. ആ എഫേർട്ടുകളൊക്കെ ആ ഒരു സമയത്തെ കുറിച്ച് ഫലമൊക്കെ കണ്ടെങ്കിലും പിന്നീട് അതിനൊന്നും ഒരു ഫലവും കാണാതെ പോയി എന്നുള്ളതാണ്. അപ്പം ഒരു സൈഡിൽ നിന്ന് മാത്രം എഫേർട്ട് ഇട്ടതുകൊണ്ട് ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്നും കൂടെ ഒരു എഫേർട്ട് വരേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ ഇനി വരേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കംബാക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ സെൽഫ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ചേസ് ചെയ്യാതിരിക്കുക, കാമായിട്ട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ തന്നെ ഒരു കംബാക്ക് ചെയ്യാനുള്ള ചാൻസസ് ആണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് സോൾ മെസ്സേജ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉണ്ട്. നിങ്ങൾ അവരുടെ ഒരു ട്വിൻ ഫ്ലെയിം ആണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. ഐ ലവ് യു ബിക്കോസ് ഐ വിൽ നെവർ ഗെറ്റ് ടയേർഡ് ഓഫ് സ്പെൻഡിങ് ടൈം വിത്ത് യു. ഓക്കെ, നിങ്ങളെ വളരെയധികം അവർ സ്നേഹിക്കുന്നു. കാരണം ഒരിക്കലും അവർക്ക് നിങ്ങളോടൊപ്പം ചെലവഴിച്ച സമയം ഒരിക്കലും അവർക്കൊരു ടയേർഡായിട്ട് അല്ലെങ്കിൽ ഒരു ബോറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം അവർ ഈ സമയത്ത് പറയുകയാണ്. ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. വളരെയധികം റൊമാൻറ്റിക് ഫീലിങ്സ് അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്നു എന്നുള്ളത് അവർ ഈ ഒരു സമയത്ത് പറയുകയാണ്. അവർ റിലേഷൻഷിപ്പ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സിറ്റുവേഷൻ എല്ലാം മൊത്തത്തിൽ മാറി എന്നുള്ളൊരു കാര്യം അവർ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അത് അവർ ചിന്തിക്കുന്നതുകൊണ്ടാണ് അത് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു സ്ലോലി ആയിട്ട് ഒരു ആക്ഷൻ വരാനുള്ള ചാൻസസ് ആണ് നമ്മളിവിടെ കാണുന്നത്. റൈറ്റ് ടൈമിന് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള എനർജീസ് ആണ് നമുക്ക് വരുന്നത്. യു ഹാവ് മേഡ് മീ ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഓൺ ദ എർത്ത്. ഓക്കെ, നിങ്ങളാണ് ഏറ്റവും ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഈ ഒരു വ്യക്തിയെ മാറ്റിയത് നിങ്ങളാണ് എന്നാണ് ഈ ഒരു സമയത്ത് അവർ പറയുന്നത്. അതായത് അവരുടെ കൂടെ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ വളരെ ഹാപ്പി ആയിരുന്നു. അതാണ് അവരുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സമയം എന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഐ ലവ് യു സോ മച്ച്. ഓക്കെ, നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സോൾ മെസ്സേജ്. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, അവർക്കും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരത് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഓൾറെഡി റീഡിങ് കിട്ടിയതാണ്. അത് തന്നെയാണ് വീണ്ടും വരുന്നത്. അവരുടെ വിഷമങ്ങളൊക്കെ അവരുടെ ഒരു ചിരിയുടെ മറവിൽ അവരുടെ കണ്ണുനീരുകളെല്ലാം അവർ മറച്ചു വെക്കുന്നു, ആ വിഷമങ്ങൾ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൊണ്ട് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ ജാനുവരി മന്ത് ആണ് നമുക്കിവിടെ ഫസ്റ്റ് ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം. റെഡ് കളർ, അതുപോലെ തന്നെ ലെറ്റർ എം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ബേക്കിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. ബേക്കറിയിലൊക്കെ ജോലി ചെയ്യുന്നവരോ ബേക്കിംഗ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ലെറ്റർ പി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 1 കിട്ടുന്നുണ്ട്. ലൈഫ് ചേഞ്ചസ്, ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഡ്രൈവർ, ഡ്രൈവിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ആകാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ടുമോറോ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ടുമോറോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ലോ ആണ് എന്ന് പറഞ്ഞാലും ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് പോസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ 2023 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ സെക്കൻഡ് സ്റ്റഡി ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സെക്കൻഡ് സ്റ്റഡി ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം. മ്യൂസിക് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2004 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്രൗൺ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ യു കിട്ടുന്നുണ്ട്. അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് വിശ്വസിക്കാം. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം. നമ്പർ 32, 2005 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1994 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ വി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങളുടെ എല്ലാ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 30 കിട്ടുന്നുണ്ട്.
നമ്പർ 37 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ക്രേസി എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ആ ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.